ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നാട്ടിൽ പ്രശ്നമുണ്ടായി. ഗവർണറുടെ കാര്യത്തിലാണ് പ്രശ്നം. ആൾക്കാർ വന്നിട്ട് പറഞ്ഞു ഗവർണറെ മാറ്റണം എന്ന് പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു കുറ്റാരോപിതനെ വിചാരണ ചെയ്തിട്ടല്ലാതെ തീരുമാനം എടുക്കാൻ പറ്റൂലായിരുന്നു. വന്നവര് പറഞ്ഞു വിചാരണയൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത്, തീരുമാനം എപ്പോൾ വേണം, അല്ലെങ്കിൽ കമ്മിറ്റി പിരിച്ചു വിട്ടാളിയായിരുന്നു. മൂപ്പര് പറഞ്ഞു പറ്റൂലായിരുന്നു, വിചാരണ കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ പറഞ്ഞു. ആകെ പ്രശ്നമായി. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ലെറ്റർ പേഡ് കട്ടെടുത്തിട്ട് അതേമാതിരി എഴുതിണ്ടാക്കി. പട്ടാളക്കാർക്കൊക്കെ ഓരോ കത്ത്, എല്ലാവരും മദീനത്തേക്ക് വരണം എന്നാണ് കത്തിലുള്ളത്. ഒരു സമയമൊക്കെ നിശ്ചയിച്ച് ദിവസമൊക്കെ നിശ്ചയിച്ചിട്ട്, ഉദാഹരണം പറയാം, ആഗസ്റ്റ് 10-ാം തീയതി 4 മണിയാകുമ്പോഴേക്ക് എല്ലാവരും മദീനത്തേക്ക് വരണമെന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു എഴുതുമ്പോഴത്തെ ഒരു കത്ത് അവസാനം മൂപ്പരെ സീലൊക്കെ വെച്ചിട്ട് പട്ടാളക്കാർ കത്ത് കിട്ടിയപ്പോൾ ശരിയാന്ന് വിചാരിച്ച് എല്ലാവരും മദീനത്തേക്ക് പുറപ്പെട്ടു. അവരുദ്ദേശിച്ചിരുന്നത് എല്ലാവരും പട്ടാളക്കാർ മൊത്തം മദീനയിലെത്തിയതിനു ശേഷം ചെറിയൊരു കച്ചറ എന്തെങ്കിലും ഉണ്ടാക്കുക, ഒരു പ്രശ്നം, അപ്പൊ തമ്മ് തെച്ചാണ് തീർന്നോളും, അതാ പരിപാടി. പ്രശ്നം രൂക്ഷമാണെന്ന് കണ്ടപ്പോ അലി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പ്രമുഖരായ സഹാബികൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഉസ്മാനെ, ഞങ്ങൾ ഈ കൊട്ടാരത്തിന്റെ പിന്നിൽ കൂടി ഒരു വഴി ഉണ്ടാക്കി തരാം. നിങ്ങൾ അയിക്കൂടെ രക്ഷപ്പെട്ടിട്ട് ഒന്നുകിൽ മദീനത്ത് പോയിട്ട് ഒന്നുകിൽ മക്കത്തേക്ക് പോയിട്ട് നിങ്ങളുടെ കുടുംബത്തോടൊപ്പം നിങ്ങൾ ജീവിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ കൂഫയിൽ പോയി അവിടെ ഇരുന്ന് ഭരിക്കണം. രണ്ടാലൊന്ന് വേണമെന്ന് പറഞ്ഞപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, രണ്ടും നടക്കൂല. അള്ളാന്റെ റസൂല് കടന്നുറങ്ങണം, മദീന വിട്ട് പോണ പ്രശ്നം തന്നെ ഇല്ല. എന്നാല് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി എന്ന് കേട്ടപ്പോ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനി മദീനത്ത് നിൽക്കണ പ്രശ്നം തന്നെ ഇല്ലായിരുന്നു. ഏതാ വേണ്ടത്? നിൽക്കുക വേണ്ടത്, പോകുക വേണ്ടത്, ഉള്ളോ തീരുമാനിച്ചോളും. നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുക ഇന്നതൊക്കെ വേണ്ടതെന്ന്. ഇവിടെ എന്താ വെച്ചാൽ ഇങ്ങനെ വേറെ കുറെ ആൾക്കാരാണ് പറയണത് ഇന്നതൊക്കെയാണ് വേണ്ടത്, ഇന്നതൊക്കെ പറ്റൂല. അവനാണ് തീരുമാനിക്കേണ്ടത് എന്താ വേണ്ടത്. റബീഉൽ അവ്വൽ 12 ആയാലും പൂർവ്വ വിദ്യാർത്ഥികൾക്ക് തോന്നും ഒരു പാട്ട് പാടാൻ അവസരം കിട്ടുമോന്നാവോന്ന്. ഓണ് പാടിക്കോട്ടെ, എന്താ വരിക? അപ്പൊ കീശയിൽ കായുള്ള ആൾക്കാർക്ക് തോന്നും ഇതൊന്ന് കവറിലിട്ടാണ് കൊടുക്കായിരുന്നു, ഓലാണ് കൊടുക്കട്ടെ. അല്ല എന്താണ് ഇഷ്കുണ്ടായാൽ വേണ്ടത് എന്നുള്ളവനാണ് തീരുമാനിക്കുക, വേറുള്ളവനല്ല. ഇവിടെ ഇപ്പൊ ഉള്ള പ്രശ്നം ഉള്ളവും വേറെയും തീരുമാനിക്കണോ വേറെയാണ്. ഇഷ്കിന് ഇന്ന അമലാണെന്നില്ല, പലരും ചെയ്തിട്ടുള്ളത് പലതുമാണ്, എല്ലാരും ഒന്നല്ല ചെയ്തിട്ടുള്ളത്. അത് ഇഷ്കിന് കയറുമ്പോ തീരുമാനം വരും, അത് ഓലാണ് ചെയ്യും. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. എപ്പോ നമ്മൾ പരിശോധിച്ച് നോക്കിയാലും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്ന് കാണും. സഹാബത്തിൽ നിന്ന് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ മാതൃകകൾ കാണാൻ കഴിയുന്നത്. അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വലിയ ഇഷ്ടമായിരുന്നു. നമ്മളൊരു ഈമാനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം മുഹമ്മദ് നബിയുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഉംറക്ക് പോയ ആൾക്കാരൊക്കെ ഉണ്ടാവും ചിലപ്പം പുല്ലൂരില്, ഈ കൂടിയയിലൊക്കെ ഉണ്ടാവും. ജിദ്ദയിലാണ് മൂപ്പർക്ക് കച്ചവടം, എല്ലാ വെള്ളിയാഴ്ചയും ഉംറക്ക് പോവും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ തന്നെ പോയിട്ടില്ല. അപ്പൊ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഉംറക്ക് പോയവരുണ്ടാവും. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഖത്തം തീർത്ത ആൾക്കാരുണ്ടാവും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ പള്ളിപ്പണിക്ക് പൈസ കൊടുത്ത ആൾക്കാരുണ്ടാവും. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ സാധുക്കൾക്ക് ഭക്ഷണം കൊടുത്ത ആൾക്കാരുണ്ടാവും. പക്ഷെ ഈമാനാണ്ട് വെച്ച് തൂക്കിയാൽ മൂപ്പരതാ തൂങ്ങാം, ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ താഴെ ഉള്ളൂ. എന്താ കാരണം? മുഹമ്മദ് നബിയോടുള്ള താല്പര്യം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാന്റെ അടിസ്ഥാനമാണത്. ഈമാന്റെ വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനമാകുന്നു അത്. ആ അടിസ്ഥാനമുള്ള ആളുകൾക്കൊക്കെ ഈമാൻ കൂടുതലാണ്. അള്ളാഹ് ഒന്നായാൽ അബൂജഹലിന് വലിയ പരാതിയൊന്നുമില്ല, ആയിക്കോട്ടെ. അതിനിപ്പോ എന്താ? അള്ളാഹ് ഒരുവനാണ് എന്നുള്ളതിൽ അബൂജഹലിന് വലിയ പരാതിയൊന്നുമില്ല. അങ്ങനെ അബൂജഹലിന്റെ ദുആ സമ്മേളനം ഉണ്ട്, നിങ്ങൾ കേട്ടുക്കണോ അറിയില്ല. അത് കേട്ടോളി. അബൂജഹലിന്റെ ദുആ സമ്മേളനം ബദർക്ക് പോകുമ്പോഴാണ് ദുആ സമ്മേളനം. ആ വാക്കുപയോഗിക്കാൻ പറ്റൂല്ലേ എന്നറിയില്ല, എന്തായാലും മനസ്സിലാകാൻ വേണ്ടി അങ്ങനെ പറയാം. അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള സംഘം ചെങ്കടൽ തീരത്തുകൂടെ മക്കയിലേക്ക് രക്ഷപ്പെടുമ്പോൾ അവനൊരു പണി ഒപ്പിച്ചു. ലംലം എന്നുകൊണ്ടൊരു ചായക്കായുടെ ചെങ്ങായി ഉണ്ടായിരുന്നു. ചായക്കായി കൊടുത്ത എന്തും ചെയ്യുന്ന ഒരു ചെങ്ങായി ഉണ്ടായിരുന്നു, ലംലം എന്ന് പറഞ്ഞിട്ട്. ഓനെ വിളിച്ചുകാണ്ട് ഒരു ചായക്കായി കൊടുത്തിട്ട് പറഞ്ഞു, ഇതൊരു കാര്യം ചെയ്യണം, വേഗം മക്കത്തേക്ക് വിടുക.
മക്കത്തേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് കുപ്പായത്തിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ കയറണം, മേത്ത് കുറച്ച് ചളിയൊക്കെ ആക്കണം. എന്നിട്ട് മക്കത്ത് ചെന്നിട്ട് ഉറക്കെ വിളിച്ചു പറയാം, ദേ മക്കാരേ, ഞമ്മളെ മുഴുവൻ കച്ചവട സംഘത്തെയും കുതിരകൾ, ഒട്ടകങ്ങൾ, എല്ലാ മുഹമ്മദ് അനുയായികളും അടിച്ച് നിരപ്പാക്കിയിട്ടുണ്ട്. നിങ്ങളിങ്ങനെ ചെറിയും പരത്തി നിന്നോളി, ഇങ്ങോട്ടൊക്കെയാണ് എൻ്റെ കുപ്പായം കയറിയിരിക്കണേ, ആകെ തൂഫാനാക്കിയിരിക്കണം. ഒന്ന് വിളിച്ചു പറയാൻ വേണ്ടി ഏൽപ്പിച്ചു, ചായക്കായി കൊടുത്തുങ്ങാണ്ട്. മൂപ്പര് വന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ അബൂജാഹിലിന് അടിയിൽ നിന്നിങ്ങനെ തരിപ്പ് കയറി. മൂപ്പര് 1000 പടയാളികൾ, കുതിരകൾ, വാളുകൾ, അങ്കികൾ, ഭക്ഷണ സാധനങ്ങൾ, ഒട്ടകങ്ങൾ, പാട്ടുപാടാനുള്ള സ്ത്രീകൾ, കൈമുട്ടാനുള്ള സാധനങ്ങൾ, ദഫ് പരിപാടികളൊക്കെ റെഡിയായി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഹന്നത്ത് ബീവി, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മായി ഒരു സ്വപ്നം കണ്ടു. എന്താ പേര്? ഉള്ളരിടയളംലമും നാക്കത്തേരി നടക്കുന്നേ ഉമ്മുൽ ഖുറാവിൽ ആനയും മൂണ്ട് ദീനം മുന്നേ തെളിവറിനെ ബീക്കമ്മ തായ ആതിക ഉമ്മതാൻ തേറി തൂയിൽ തന്നിൽ കണ്ടാളേകമാനമൂതാൻ. ആതിക ബീവി ഒരു സ്വപ്നം കണ്ടു. നബിയുടെ അമ്മത്താണ്, അമ്മായി. മക്കത്തെ പ്രധാനികൾക്കൊക്കെ ബലാല് മുസീബത്ത് വരുന്നതാണ് സ്വപ്നം. മുപ്പത്തിയേര് കണ്ടാൽ അങ്ങനെ തന്നെയാണ് സംഭവിക്കാറുള്ളത്. അതുകൊണ്ട് മുപ്പത്തിയേര് പറഞ്ഞു, മക്കാരെ പോണ്ടട്ടോ പെടും. ഞാനൊരു കിനാവ് കണ്ടിട്ടുണ്ട്, മക്കത്തെ പ്രധാനികളെ മൊത്തം തല പോയതാണ് കിനാവ്. അബൂജാഹിലിനാണെങ്കിൽ ഒരുക്കം ഫുള്ള് റെഡിയാണ്. ഏകദേശം 2 മാസം കുടിക്കാൻ മാത്രമുള്ള കള്ള് റെഡിയാണ്, പാട്ടുപാടുള്ള പെണ്ണുങ്ങൾ. എങ്ങനെ ഇനി പിന്നാക്കം നിൽക്കുക? ആ തള്ള കാണാൻ കണ്ടൊരു ദിവസേ അവസാനം എന്ത് തീരുമാനിച്ചു? ഒരു ചെറിയ ദ്വാ പരിപാടി നടത്താൻ തീരുമാനിച്ചു. എല്ലാവരും പോകാനുള്ളവരൊക്കെ ഒരുങ്ങിയിട്ട് കഅബത്തിന്റെ അടുത്തേക്ക് വരിക. കൊണ്ടുപോകാനുള്ള ഒട്ടകങ്ങൾ, ഭക്ഷണങ്ങൾ എല്ലാം റെഡിയാക്കിയിട്ട് കഅബന്റെ അടുത്തേക്ക് വരിക. എന്നിട്ട് എല്ലാവരും വന്ന് ഒരുമിച്ച് കൂടി അവസാനം കഅബന്റെ കില്ലെങ്ങനെ പിടിച്ചിട്ട് അബൂജാഹിലിന്റെ ദ്വായാണ്, ഇറയോനെ ഹാദൽ ബൈത്തുടെ നായന ഹക്കൊട് ബാത്തിന് രണ്ടിതിൻ ഇടയെ പീരിത്തിടണ ഇന്ത ദിനം തനിലെ നമതിരു പാകം നിക്കുവരിൽ ഒരു പേർകള ഹക്കുടയോർ അവരാരുനക്കറിയാം അവർകളെ ഇനതിൽ പീരിത്ത് ഖലാസിയ താക്കിട് നീ പരനേ പരനേ രണ്ടാലൊരു ദീനിനെ പോരിശയാക്കി നീ ദായിമിൽ കാത്തുകൊൾ ഫത്താഹേ താമസം ചെയ്തിടാതുത്തിരം നൽകിടു നീ. ബാക്കി വേണമെങ്കിൽ ബദർ പാടി കേട്ട് നോക്കിയാണ് പഠിച്ചോളി. 2 വരി പാട്ടൊക്കെ ഇടക്ക് പഠിച്ചിരിക്കണത് നല്ലതാണ്. ഉയർന്ന പാട്ട് പാടേണ്ടി വരും, ഇല്ലെങ്കിൽ പിന്നെ നൊലോളിച്ചേണ്ടി വരും. നൊലോളിച്ചാതിരിക്കണമെങ്കിൽ പാട്ട് പാടണം. അതിന് 2 വരി നല്ല പാട്ട് നോക്കി പഠിച്ചെക്കണം. എന്തായാലും അബൂജാഹിൽ ഇങ്ങനെ തോരുന്നു എന്നാണ്. അപ്പൊ അബൂജാഹിലിന് അല്ലാഹു തആല ഒന്നായാലും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അതൊരിക്കലും പാടില്ല എന്നുള്ളതല്ല പ്രശ്നം. ബഹുമാനപ്പെട്ട ഞാനൊക്കെ ഇവിടെ ഉണ്ടാവുമ്പോൾ ആ യത്തീം കുട്ടിനെ നബിയാക്കിയത് ശരിയായില്ല എന്നുള്ളതാണ് പ്രശ്നം. ഈമാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട് നിലകൊള്ളുന്നു.